ഞാൻ നിതിൻ. ഇപ്പോൾ 27 വയസ്സ്. ഞാനൊരു IT ഫേമിൽ ജോലി ചെയ്യുന്നു. എൻ്റെ ടേസ്റ്റിലുള്ള ആഹാരം എൻ്റെ ഓഫീസിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു വർഷമായിട്ട് ഒന്നും തന്നെയില്ല. ഇടയ്ക്ക് വീഡിയോസ് കാണും. മഴ കാത്തിരിക്കുന്നവന് വല്ലപ്പോഴും വല്ല ചാറ്റൽ മഴ ലഭിക്കുന്ന പോലെ ഇടയ്ക്ക് വീഡിയോ കോളൊക്കെ നടക്കാറുണ്ട്. ഒന്നിച്ചിരുന്ന് പഠിക്കുന്ന ഒരു പെൺകുട്ടിയുമായി. അവൾ ഗൾഫിലാണ്. നാട്ടിൽ വരവ് കുറവാണ്. അതുകൊണ്ട് അവളുമായി നേരിട്ടൊന്നും നടന്നിട്ടില്ല. ഒരു ശനിയാഴ്ച രാത്രി ഫോണിൽ വീഡിയോ കണ്ടു കിടക്കുന്ന സമയം എനിക്കൊരു സുഹൃത്തിൻ്റെ കോൾ വന്നു. മുർഫി കോളിംഗ്. ഞാൻ കോള് കട്ട് ചെയ്ത് വീണ്ടും വീഡിയോ കാണലും പണിയും തുടർന്നു. പക്ഷെ പിന്നെയും കോൾ വന്നു. ശല്യം എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഞാൻ കോൾ അറ്റൻഡ് ചെയ്തു. അളിയ, എന്താടാ കോൾ എടുക്കാത്തേ? ഞാൻ ഇന്നലെയും വിളിച്ചിരുന്നല്ലോ, മുർഫി പറഞ്ഞു. എടാ, അത് കുറച്ച് തിരക്കിൽപ്പെട്ടു. നീ പറ. എടാ, നാളെ എൻ്റെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. നീ വീട്ടിലേക്ക് വരണം. ഭക്ഷണം ഇവിടെ നിന്ന് കഴിക്കാം. ആ, ആണോടാ? വേറെ ആരൊക്കെയാണ് ഉള്ളത്? ഞാൻ ചോദിച്ചു. ഞാനും എൻ്റെ വൈഫ് അനീറ്റയും നീയും മാത്രമേ ഉള്ളൂ. പുറത്തുനിന്ന് വേറെ ആരെയും വിളിച്ചിട്ടില്ല. ഓ, ഞാൻ എപ്പോഴാടാ വരണ്ടേ? എൻ്റെ കല്യാണത്തിന് വന്നതല്ലേ നീ? ഒരു വർഷം കഴിഞ്ഞു. നീ രാവിലെ വായോ, നമുക്ക് സംസാരിച്ചിരിക്കാം. ഓക്കേടാ. വീഡിയോ കാണുന്നതിനിടയിൽ കോൾ വന്നതുകൊണ്ട് തുടർന്ന് കാണാനുള്ള ആ മൂടങ്ങ് പോയി. ഞാൻ ഫോൺ മാറ്റിവെച്ച് കിടന്നു. പിറ്റേ ദിവസം രാവിലെ കുളിച്ച് വസ്ത്രം മാറി മുർഫിയുടെ വീട്ടിലേക്ക് ബൈക്കിൽ പുറപ്പെട്ടു. ബ്ലൂ ജീൻസും ബ്ലാക്ക് ഷർട്ടുമാണ് എൻ്റെ വേഷം. വഴിയിലൊരു ഗിഫ്റ്റ് ഷോപ്പിൽ നിന്നും അവർക്കുള്ള ഗിഫ്റ്റും വാങ്ങി. ഏകദേശം 11 ആയപ്പോഴേക്കും ഞാൻ അവിടെ എത്തി. ബൈക്ക് കാർ പോർച്ചിൽ വെച്ചുകൊണ്ട് ഞാൻ കോളിംഗ് ബെൽ റിങ് ചെയ്തു. മുർഫിയാണ് വാതിൽ തുറന്നത്. എന്നെ കണ്ടതും അവൻ വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. അളിയ, ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറിടാ, ഞാൻ പറഞ്ഞു. താങ്ക്സ് ഡാ, നീ ഇരിക്ക്. ഞാൻ സോഫയിലിരുന്നു. അവൻ കിച്ചണിലേക്ക് നോക്കിക്കൊണ്ട് അനീറ്റയെ വിളിച്ച ശേഷം എനിക്ക് അഭിമുഖമായി കസേരയിലിരുന്നു. കിച്ചണിൽ നിന്നും അനീറ്റ ഒരു ഗ്ലാസ് ജ്യൂസുമായി ഹാളിലേക്ക് വന്നു. അവളെ കാണാൻ വെളുത്ത നിറം, 5 അടി 2 ഇഞ്ച് ഉയരം, അല്പം മെലിഞ്ഞിട്ടാണ്. 19 വയസ്സ് പ്രായം. അവൾ എനിക്കരികിലേക്ക് വന്നു. എനിക്ക് ജ്യൂസ് ഗ്ലാസ് കൈമാറി. ഞാൻ ജ്യൂസ് വാങ്ങിയ ശേഷം ഗിഫ്റ്റ് കവറെടുത്ത് അവർക്ക് കൊടുത്തു. ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി, ഞാൻ പറഞ്ഞു. താങ്ക്സ് ചേട്ടാ. ഞാനിത് ഓപ്പൺ ആക്കട്ടെ? അനീറ്റ ചോദിച്ചു. ആ, ആക്കിക്കോളൂ, ഞാൻ പറഞ്ഞു. അവൾ ഗിഫ്റ്റിൻ്റെ കവർ തുറന്നു. അതിനുള്ളിൽ ബ്ലൂടൂത്ത് സ്പീക്കറായിരുന്നു. അത് കണ്ടതും അവൾ സന്തോഷത്തോടെ എന്നോട് പറഞ്ഞു. വാവ്, താങ്ക്സ് ചേട്ടാ. ഞാൻ എത്ര പറഞ്ഞിട്ടും എനിക്കിതുപോലെ മുർഫി വാങ്ങി തന്നിട്ടില്ല. ചേട്ടന് എങ്ങനെ മനസ്സിലായി എനിക്ക് സ്പീക്കർ ഇഷ്ടമാണെന്ന്? അത് എനിക്കെങ്ങനെ അറിയാനാണ്? ഞാൻ ഗിഫ്റ്റ് ഷോപ്പിൽ കയറി നോക്കിയപ്പോൾ എനിക്കിഷ്ടപ്പെട്ടത് ഇതാണ്. അതുകൊണ്ട് ഞാൻ വാങ്ങി. എന്തായാലും ഇഷ്ടപ്പെട്ടല്ലോ, അത് മതി. മുർഫിയെ നോക്കിക്കൊണ്ട് അനീറ്റ പറഞ്ഞു. ചേട്ടാ, ഈ സ്പീക്കർ ഞാൻ തരില്ല കേട്ടോ. ആ, എനിക്ക് വേണ്ട. നീയല്ലേ എപ്പോഴും പാട്ട് കേൾക്കുന്നത്, നീ തന്നെ ഉപയോഗിച്ചോ, മുർഫി പറഞ്ഞു. ചേട്ടാ, ജ്യൂസ് കുടിക്ക്. ഞാൻ ജ്യൂസ് പതിയെ മുത്തി മുത്തി കുടിച്ചു. ശേഷം ഞങ്ങൾ 3 പേരും കുറച്ചു നേരം ഇരുന്ന് സംസാരിച്ചു. അനീറ്റ പാകം ചെയ്ത സ്വാദിഷ്ടമായ ബിരിയാണിയും കഴിച്ചു. ഞങ്ങൾ 3 പേരും സോഫയിലിരുന്ന് വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. ഈ സമയം മുർഫി ഒന്ന് കഴിച്ചാലോ എന്നൊരു പ്ലാൻ എന്നോട് പറഞ്ഞു. അവൻ വാങ്ങുവാനായി ബൈക്കെടുത്ത് പുറത്തേക്കും പോയി. സോഫയുടെ ഒരറ്റത്ത് ഞാനും മറ്റേ അറ്റത്ത് അനീറ്റയും ഇരുന്നുകൊണ്ട് ഞങ്ങളുടെ സംസാരം തുടർന്നു. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു. സിനിമകളും പുസ്തകങ്ങളുമായിരുന്നു പ്രധാന ചർച്ചാ വിഷയം. അവൾക്കതിൽ നല്ല ജ്ഞാനവുമുണ്ട്. സംസാരിച്ച് ക്ഷീണിച്ച് അവൾ കിച്ചണിൽ പോയി 2 ഗ്ലാസ് ജ്യൂസ് എടുത്ത് തിരിച്ചു വന്നു. 1 ഗ്ലാസ് ജ്യൂസ് ഞാൻ വാങ്ങി. 2ാമത്തെ ഗ്ലാസ് അവളുടെ കയ്യിൽ നിന്നും താഴെ വീണു. തറയിൽ ജ്യൂസ് പടർന്നു. അവൾ സോറി പറഞ്ഞുകൊണ്ട് തുണിയെടുത്ത് തറ തുടയ്ക്കാൻ തുടങ്ങി. അവൾ അവിടെ ഇരുന്നുകൊണ്ട് തുടയ്ക്കുന്നത് കൊണ്ട് നന്നായി കാണാമായിരുന്നു. നോക്കരുതെന്ന് മനസ്സിനോട് പറഞ്ഞിട്ടും എൻ്റെ മനസ്സ് കേട്ടില്ല. ഞാൻ അറിയാതെ തന്നെ നോക്കി. നിലം തുടച്ച ശേഷം കിച്ചണിലേക്ക് പോയി വീണ്ടും
ഒരു ഗ്ലാസ് ജ്യൂസുമായി അവൾ തിരികെ വന്നു. സോഫയുടെ മറ്റേ അറ്റത്ത് ചാരി ഇരുന്നുകൊണ്ട് സോഫയിലേക്ക് കാൽ നീട്ടിവെച്ചു. അവൾ സംസാരം തുടർന്നു. ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ശ്രദ്ധ ഇടയ്ക്കിടെ അവളിലേക്കും പോകുന്നുണ്ട്. എൻ്റെ തൊട്ടരികിലാണ് അവളങ്ങനെ ഇരിക്കുന്നത്. കുറച്ചു നേരം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെയായിരുന്നു. സംസാരത്തിനിടയിൽ അറിയാതെ എൻ്റെ കൈ അവളുടെ കാലിൽ കൊണ്ടു. അനീറ്റ കാല് കുറച്ച് പിന്നിലേക്ക് വലിച്ചു. അയ്യോ സോറി, അറിയാതെ കൈ കൊണ്ടതാണ്, ഞാൻ പറഞ്ഞു. ഏയ് ഇറ്റ്സ് ഓക്കെ ചേട്ടാ, അവൾ പറഞ്ഞു. ഞാൻ കസേരയിലിരിക്കണോ? ഏ അതെന്താ അങ്ങനെ ചോദിച്ചത്? അവൾ ചോദിച്ചു. അത് അനീറ്റയ്ക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ വേണ്ടി. ഏയ് ചേട്ടൻ ഇവിടെ തന്നെ ഇരുന്നോളൂ, എനിക്കിരിക്കാൻ ഇത്രയും സ്പേസ് ഉണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അവൾ പഴയ പോലെ തന്നെ ഇരുന്നു. പക്ഷേ ആ ഇരിപ്പ് എനിക്ക് സഹിച്ചില്ല. കൂട്ടുകാരൻ്റെ ഭാര്യയാണ്, അടങ്ങിയിരിക്കട ചെക്ക എന്ന് ഞാൻ എന്നോട് തന്നെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ വീണ്ടും ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചു. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കെ മുർഫി വന്നു. ഞാനും അവനും അങ്ങനെ റൂമിലേക്ക് പോയി. അവൾ മറ്റൊരു റൂമിലേക്കും. രണ്ടെണ്ണം കഴിച്ച ശേഷം ഞാൻ ഫോണിൽ നോക്കിക്കൊണ്ട് ബെഡിൽ കിടന്നു. അവൻ പിന്നെയും മൂന്നാമത്തതൊഴിച്ച് എൻ്റെ അരികിൽ വന്ന് കിടന്നു. എടാ, ഞാനൊരാഗ്രഹം പറഞ്ഞാൽ നീ എനിക്ക് അത് സാധിച്ചു തരുമോ? അവൻ ചോദിച്ചു. എന്താടാ? എടാ എനിക്ക് എന്താടാ പറ. എടാ എനിക്കതൊന്ന് കാണണം. എന്ത്? അത് ഏ നീ എന്താടാ ഈ പറയുന്നേ? എടാ എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമാണ്. പ്ലീസ് എടാ, ഒരു പ്രാവശ്യം. ഏ ഒന്ന് പോടാ, നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. എടാ ഞാനതെൻ്റെ ഉള്ളൊതുക്കി വെച്ചിരിക്കുകയായിരുന്നു. പ്ലീസ് എടാ, ഒറ്റ പ്രാവശ്യം. ഏയ് അതൊന്നും നടക്കില്ല, എനിക്കതൊന്നും ഇഷ്ടമല്ല. നീ ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ലായിരുന്നു, ഞാൻ പറഞ്ഞു. അളിയ പ്ലീസ് ഡാ എന്നും പറഞ്ഞ് അവൻ വീണ്ടും കെഞ്ചി. എടാ അതേ കളിക്കല്ലേ, ചവിട്ടും ഞാൻ നിന്നെ, ഞാൻ പറഞ്ഞു. അളിയ സോറിടാ, പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം നീ ഇന്ന് സാധിച്ചു തരണം. പ്ലീസ് ഡാ, നിന്നെ കണ്ടപ്പോൾ മുതലുള്ള ആഗ്രഹമാണ്. അയ്യേ, നിനക്ക് ഇങ്ങനെയൊക്കെയുള്ള ചിന്ത ഉണ്ടായിരുന്നോ? എടാ ഞാൻ മുമ്പ് പല പ്രാവശ്യം ആഗ്രഹം പറയണമെന്ന് വിചാരിച്ചതാണ്. മുമ്പ് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് താല്പര്യമില്ലടാ, ഞാൻ പറഞ്ഞു. പ്ലീസ്ഡാ, ഞാൻ എന്ത് വേണമെങ്കിലും പകരം തരാം, എനിക്ക് അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടായിട്ടാ, അതുകൊണ്ടാടാ, മുർഫി പറഞ്ഞു. നീ എന്ത് പറഞ്ഞാലും അത് നടക്കില്ലടാ. പ്ലീസ്ഡാ, ഒരു തവണ നീ ഒന്ന് സമ്മതിക്ക്. അതിന് പകരമായി നീ എൻ്റെ കാറ് സ്വന്തമായിട്ട് എടുത്തോ. ഏയ് എനിക്കിതിൻ്റെ കാറൊന്നും വേണ്ട, അത് നടക്കില്ല. എടാ പ്ലീസ്ഡാ, എന്ത് വേണമെങ്കിലും നീ അതിന് പകരം ചോദിച്ചോളൂ, ഞാൻ തരാം. എനിക്ക് അതൊന്ന് വേണം, അത്രയേ ഉള്ളൂ. അവൻ ബലമായി പറഞ്ഞു. ഡാ നിന്നോടല്ല ഞാൻ പറഞ്ഞത് അത് നടക്കില്ലെന്ന്. ഞാൻ കുറച്ച് ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു. പ്ലീസ് ഡാ പ്ലീസ്, ഒറ്റ പ്രാവശ്യം. ഡാ നീ എന്ന് മുതലാടാ ഇങ്ങനെ ആയത്? എടാ ഞാൻ പണ്ടേ ഇങ്ങനെ തന്നെയാ, എനിക്ക് അതാണ് ഇഷ്ടം. ഞാൻ അധികം പക്ഷെ അത് പുറത്ത് കാണിക്കാറില്ല. അവൻ വീണ്ടും ഒന്നുകൂടി ഒഴിച്ചു. ശേഷം എന്നോട് പറഞ്ഞു. അളിയ പ്ലീസ് ഡാ, ഒറ്റ പ്രാവശ്യം. ഡാ നീ വീണ്ടും വീണ്ടും ചോദിക്കണ്ട, അത് നടക്കില്ല, ഞാൻ തീർത്തു പറഞ്ഞു. പ്ലീസ് ഡാ എന്നും പറഞ്ഞ് അവൻ എൻ്റെ കാലിൽ വീണു. ഡാ എഴുന്നേക്കടാ, അവൻ വീണ്ടും കെഞ്ചി. ആ സമയം എൻ്റെ മനസ്സിൽ മറ്റൊരു പ്ലാൻ രൂപപ്പെട്ടു. എടാ ഒരു തവണയെങ്കിലും നീ സമ്മതിക്കടാ പ്ലീസ്, മുർഫി പറഞ്ഞു. ഒരു തവണ ഞാൻ സമ്മതിക്കാം, പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. എന്ത് കണ്ടീഷനായാലും എനിക്ക് കുഴപ്പമില്ലടാ, ഞാൻ റെഡിയാണ്, അവൻ പറഞ്ഞു. നീ ആദ്യം കണ്ടീഷൻ കേൾക്ക്. ആ എന്താ? വേറൊന്നുമല്ല, അനീറ്റയെ, അതും അവളുടെ പൂർണ്ണ സമ്മതത്തോടെ മാത്രം, ഞാൻ പറഞ്ഞു. അവനത് പ്രതീക്ഷിച്ചില്ല, പക്ഷേ എതിർപ്പൊന്നും അവൻ്റെ മുഖത്ത് ഞാൻ കണ്ടില്ല. എടാ അതവൾ എങ്ങനെ സമ്മതിക്കും? അവൻ ചോദിച്ചു. നീ കാര്യം പറഞ്ഞോ, നിനക്ക് ഇങ്ങനെ ആഗ്രഹമുണ്ടെന്ന് അതെന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഈ ആഗ്രഹം പറഞ്ഞെന്ന് നിനക്ക് പറഞ്ഞാൽ പോരെ? അത് അവൾ സമ്മതിക്കുമെന്നറിയില്ല, പക്ഷേ ഞാൻ ചോദിക്കാം. ഇപ്പോൾ നീ ഒരു തവണ എനിക്ക് താ, എന്നിട്ട് ഞാൻ ചോദിക്കാം. അത് പറ്റില്ല, ആദ്യം അവളുമായി
എന്നിട്ട് നീ അത് മതി, ഞാൻ പറഞ്ഞു. എപ്പോഴാ ചോദിക്കേണ്ട അവളോട്? നീ നിന്റെ സൗകര്യം പോലെ ചോദിക്ക്, എന്നിട്ട് മറുപടി വിളിച്ചു പറ. എന്നിട്ട് ബാക്കി കാര്യം ഞാൻ ആലോചിക്കാം. ഞാൻ ചോദിക്കാം. അതിനു മുമ്പ് ഒരു തവണ പ്ലീസ്ഡാ. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, ഞാൻ പോവാണ്. നീ സമയം കിട്ടുമ്പോൾ അവളോട് ചോദിച്ചിട്ട് പൂർണ്ണ സമ്മതമാണെങ്കിൽ മാത്രം ബാക്കി പറ, നമുക്ക് നോക്കാം എന്നും പറഞ്ഞ് ഞാൻ റൂമിൽ നിന്ന് പുറത്തേക്ക് നടന്നു. അവൻ എന്നെയും അനുഗമിച്ചു. ഹോളിലെത്തിയതും അവൻ അനീറ്റയെ വിളിച്ചു. അവൾ മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നു. ഞാൻ പോവാണെന്ന് അവളോട് പറഞ്ഞു. ചേട്ടാ, എന്താ ഇത്ര നേരത്തെ പോണേ? അവൾ എന്നോട് ചോദിച്ചു. അത് ഒരാവശ്യം വന്നു, അതുകൊണ്ടാണ്. ചേട്ടൻ നേരത്തെ പറഞ്ഞില്ലേ ഗ്രിൽ ചിക്കൻ ഇഷ്ടമാണെന്ന്? ഞാൻ രാത്രിയിലേക്ക് അതുണ്ടാക്കാനുള്ള പ്ലാനിങ്ങിലായിരുന്നു, അവൾ പറഞ്ഞു. അയ്യോ അത് വേണ്ട, ഞാൻ വേറൊരു ദിവസം വരാം. ഞാൻ പോകുന്നത് ഇഷ്ടമാകാത്ത രീതിയിലാണ് അവളുടെ സംസാരം. അല്ല, കഴിച്ചിട്ടാണോ ബൈക്ക് ഓടിക്കുന്നത്? നാളെ പോകാം ചേട്ടാ, അവൾ വീണ്ടും പറഞ്ഞു. ഏയ്, ഞാൻ വെറും 2 കഴിച്ചിട്ടുള്ളൂ. എന്നാലും അത് വേണ്ട ചേട്ടാ, അവൾ പിന്നെയും എന്നെ നിർബന്ധിച്ചു. ഞാൻ ഒഴിഞ്ഞു മാറി. പോർച്ചിലെത്തി ബൈക്കിൽ കയറി അവളും അവനും എൻ്റെ അരികിലായി നിന്നു. ഈ സമയം അവനൊരു കോൾ വന്നു. ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് മുർഫി റൂമിലേക്ക് പോയി. ഞാൻ ബൈക്കിലിരുന്നുകൊണ്ട് അവളോട് സംസാരിക്കാൻ തുടങ്ങി. ആരെ കാണാനാ ഇപ്പോൾ പോകുന്നത്? അവൾ എന്നോട് ചോദിച്ചു. അത് എൻ്റെ ഒരു ഫ്രണ്ടിനെ. ഓ, ഗേൾ ഫ്രണ്ടാണോ? ഏയ് അല്ലടോ. നാളെ പോയാൽ പോരെ? വെറുതെ വണ്ടി ഓടിക്കണോ? ഏയ്, ഞാൻ സൂക്ഷിച്ചു പോകണോടോ. ചേട്ടനുമായി സംസാരിക്കാൻ നല്ല രസമുണ്ട്. എനിക്കിവിടെ ബോറിംഗ് ആണ്. ചേട്ടൻ രാത്രി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സംസാരിച്ചിരിക്കായിരുന്നു. ഇന്ന് നിങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ? രാത്രി രണ്ടാളും കൂടി എൻജോയ് ചെയ്, ഞാൻ പറഞ്ഞു. ഓ, എന്ത് എൻജോയ് ചെയ്യാൻ? ചേട്ടൻ പോയാൽ മിക്കവാറും വൈകിട്ട് മുർഫിയുടെ ആ ഫ്രണ്ട്സ് വരും. വേറെ ഫ്രണ്ട്സ് വരാറുണ്ടോ? അപ്പോൾ എല്ലാവരും കൂടി സംസാരിച്ചിരുന്നൂടെ, ഞാൻ പറഞ്ഞു. ആ, 4 പേര്. അവരെന്നും വരും. പിറ്റേ ദിവസമേ പോകൂ. എന്നോട് അങ്ങനെ സംസാരിക്കാറൊന്നുമില്ല. അതെന്താ? ആ, എനിക്കറിയില്ല. അവർ വന്ന് മുർഫിയുമായി റൂമിൽ കയറും. പിന്നെ എനിക്കൊന്നും അറിയില്ല. ഓ, അവർ ഡെയിലി വരുമോ? ആ, മിക്ക ദിവസങ്ങളിലും വരാറുണ്ട്. ഓ, എന്നാ നിനക്ക് പറഞ്ഞൂടെ മുർഫിയോട് ഡെയിലി അവരെ വിളിക്കരുതെന്ന്? ഞാൻ പറഞ്ഞാലൊന്നും മുർഫി കേൾക്കില്ല. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് നെക്സ്റ്റ് വീക്ക് മുതൽ അവർ വരുന്നുണ്ട്. വന്നാൽ അവരും മുർഫിയും മുറിയിൽ കയറി വാതിലടക്കും. പിന്നെ അടുത്ത ദിവസമേ വാതിൽ തുറക്കൂ. ആണോ? അപ്പോൾ നീ എന്ത് ചെയ്യും ആ സമയം? ഞാൻ എൻ്റെ മുറിയിലിരിക്കും, സിനിമ കാണും, പുസ്തകങ്ങൾ വായിക്കും. അവൻ്റെ ഫ്രണ്ട്സ് എന്തിനാണ് ഡെയിലി വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാനത് പുറത്ത് കാണിച്ചില്ല. മുർഫിയുടെ ഫ്രണ്ട്സിൽ എന്നോട് ഇത്രയും നേരം സംസാരിച്ചത് ചേട്ടൻ മാത്രമാണ്, അവൾ പറഞ്ഞു. അനിതയുമായി സംസാരിക്കാനും നല്ല രസമുണ്ട്. ഓ, ഒന്ന് പോ ചേട്ടാ, കളിയാക്കാതെ. പോകാനോ? എന്നാ ഞാൻ പോട്ടെ. അയ്യടാ, അത് മാത്രം കേട്ടല്ലേ. ബൈക്കിൻ്റെ മിററിലേക്ക് അവൾ നോക്കിക്കൊണ്ട് മുഖത്ത് വീണെടുക്കുന്ന മുടി ഒന്നൊതുക്കി. ഇത് കണ്ട ഞാൻ അവളോട് ചോദിച്ചു. ആ സുന്ദരിക്കുട്ടി തന്നെയാണ്. എപ്പോഴും കണ്ണാടിയിലേക്ക് നോക്കണ്ട, കണ്ണാടിക്ക് കുശുമ്പാകും. കളിയാക്കാതെ പോ ചേട്ടാ. കളിയാക്കിയതല്ല ആനി. എൻ്റെ ബൈക്ക് മിറർ ഇത്രയും സുന്ദരിയെ കണ്ടിട്ടുണ്ടാവില്ല. എന്നെ ആനിയെന്നാരും വിളിക്കാറില്ല, അവൾ പറഞ്ഞു. അയ്യോ സോറി, ഇഷ്ടായില്ലെങ്കിൽ. ഇഷ്ടായില്ലെന്ന് ആരാ പറഞ്ഞേ? എനിക്കിഷ്ടായി. മുർഫി തന്നെ എന്താ വിളിക്കാറ്? ഞാൻ ചോദിച്ചു. എന്നെ അനീറ്റ എന്നാ. ഞാനൊന്ന് മൂളി. വീട്ടിൽ വിളിപ്പേരുണ്ട്, അമ്മു. അതുകൊണ്ട് ആരും എന്നെ ആനിന്ന് വിളിക്കാറില്ല. ആണോ? എന്നാ ഇനി ഞാൻ വിളിച്ചോളാം ആനി. എന്താ? അയ്യടാ, ഒന്ന് പോ ചേട്ടാ. ഞാൻ പോട്ടെ? അയ്യോ പോണ്ട. പോണം. സത്യം പറ, ഏതെങ്കിലും പെമ്പിള്ളേരെ കാണാനല്ലേ ഈ പോകുന്നേ? അല്ല ആനി, നീ എന്താ പിന്നെ ഇങ്ങനെ ചോദിക്കാൻ കാരണം? ഒന്നുമില്ല, പെട്ടെന്ന് പോകുന്നുണ്ട് തോന്നി. അല്ലടോ സത്യം. ചേട്ടന് ലൈനുണ്ടോ?
ഏയ് ഇല്ല. എന്താ? ഒന്നുമില്ല, ചോദിച്ചതാ, ഒന്നറിയാൻ. ഉം, എന്നാലും എന്താ ഇങ്ങനെ ചോദിക്കാൻ കാരണം? ഒന്നുമില്ലെന്നേ, അവൾ പറഞ്ഞു. ഉം. ഈ സമയം അനീറ്റയുടെ കാൽപാദത്തിൽ ഉറുമ്പ് കടിച്ചു. ചെറിയ വേദനയോടെ അവൾ, അയ്യോ, എന്താ, എന്തു പറ്റി? അത് ചേട്ടാ, ഒരു ഉറുമ്പ് കടിച്ചു. ഓ, അതിനാണോ ഇത്രയും കരയുന്നേ? അത് ചെറിയ വേദനയുണ്ട് ചേട്ടാ. ഉം, എന്നിട്ട് വേദന മാറിയോ? ഇല്ല, നല്ല വേദനയുണ്ട്. അച്ചോടാ, ഉണ്ണിവാവക്ക് വേദനിച്ചോ? ഞാൻ ചോദിച്ചു. കളിയാക്കാതെ പോ ചേട്ടാ, ഞാൻ ഉണ്ണിവാവയൊന്നും അല്ല. അല്ലേ? ഉണ്ണിവാവയല്ലേ? അല്ലെന്ന് ചേട്ടൻ അറിഞ്ഞൂടെ? ഏ, എനിക്കെങ്ങനെ അറിയാനാ? അത് നേരത്തെ നോക്കുന്നത് ഞാൻ കണ്ടല്ലോ. എന്ത്? അത് ജ്യൂസ് താഴെ പോയപ്പോൾ ഞാൻ തുടക്കാൻ നേരം. അയ്യോ, അത് ഞാൻ അറിയാതെ, സോറി. അപ്പോൾ സമ്മതിച്ചു നോക്കിയെന്ന് അല്ലേ? അയ്യോ, അത് ഞാൻ പെട്ടെന്ന് അറിയാതെ, കള്ളച്ചിരിയോടെ അവൾ പറഞ്ഞു. അറിയാതെ, ഞാൻ വിശ്വസിച്ചു. എടോ, സോറി, അറിയാതെ പറ്റിപ്പോയതാ. സോറി ഒന്നും വേണ്ട, പകരം ഞാൻ തരുന്ന ശിക്ഷ സ്വീകരിക്കണം, അവൾ പറഞ്ഞു. ഓക്കെ, ഞാൻ തയ്യാറാണ്. പറഞ്ഞോളൂ, എന്താണ് ഞാൻ എനിക്ക് തരാൻ പോകുന്ന ശിക്ഷ? ഞാൻ ചോദിച്ചു. അത് ഇന്ന് പോവണ്ട, നാളെ പോകാം. ഇവർ തമ്മിൽ ഒന്നുമില്ല, അപ്പോൾ ഇന്നെന്തെങ്കിലും നടക്കും എന്ന് എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു. ഓക്കെ, ഞാൻ പോകുന്നില്ല. അത് പറഞ്ഞപ്പോൾ അവളുടെ മുഖം സന്തോഷം കൊണ്ട് നിറഞ്ഞു. ഇനി ഒരു ശിക്ഷ കൂടിയുണ്ട്. ഇനി എന്താ? ഇനി കഴിക്കരുത്. ശരി, ആനിയുടെ ആഗ്രഹം പോലെ ഇനി ഞാൻ കഴിക്കുന്നില്ല. നല്ല കുട്ടി, അവൾ പറഞ്ഞു. ആനി, എനിക്ക് വിശക്കുന്നുണ്ട്. ആണോ? എനിക്കും. താനെന്താ എനിക്ക് കഴിക്കാൻ തരിക? ചേട്ടന് എന്താ വേണ്ടത്? നീ പറയുന്നത് എന്തും തരൂ. എന്ത് വേണമെങ്കിലും തരാം, അവൾ പറഞ്ഞു. ശരി, ചേട്ടൻ വാ, വീട്ടിൽ കയറിയിരിക്കാം. അത് അവൻ പുറത്തേക്ക് വരട്ടെ, എന്നിട്ട് ഞാൻ കയറാം, ഞാൻ പറഞ്ഞു. ഓക്കെ. പിന്നെ ഈ ബ്ലാക്ക് ഷർട്ട് ചേട്ടന് നന്നായി ചേരുന്നുണ്ട് കേട്ടോ, അവൾ പറഞ്ഞു. നിന്നെ ഞാൻ നിങ്ങളുടെ കല്യാണത്തിന് കണ്ടതാണ്, പിന്നെ ഇന്നാണ് കാണുന്നത്. കുറച്ചുകൂടി ചെറിയ കുട്ടിയായ പോലെ ഉണ്ടല്ലോ ഇപ്പോൾ. അത് അന്ന് കല്യാണത്തിന് എനിക്ക് പ്രായം തോന്നിക്കാൻ ആ രീതിയിലുള്ള ഡ്രസ്സിങ്ങും മേക്കപ്പും ആയിരുന്നു എനിക്ക് ഇട്ടിരുന്നത്. പക്ഷേ മേക്കപ്പ് ഇല്ലാതെ കാണാനാണ് കൂടുതൽ ഭംഗി, ഞാൻ പറഞ്ഞു. ഞാനിപ്പോൾ മേക്കപ്പ് ഇടാറില്ല, എനിക്കിഷ്ടമല്ല ചേട്ടാ. അവളുടെ കൊഞ്ചിക്കൊണ്ടുള്ള ഓരോ സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലായി ഇപ്പോൾ തന്നെ ഇവളെല്ലാത്തിനും റെഡിയാണെന്ന്. ഈ സമയം മുർഫി ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു. അത് കണ്ട അവൾ വേഗം തന്നെ നോർമലായി നിന്നു. അവൻ ഇവിടെ നടക്കുന്നതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നാളെ പോകാമെന്ന് ഒരു തവണ കൂടി അവരെന്നോട് പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി വീട്ടിലേക്ക് കയറി. വളരെ സന്തോഷത്തോടെയാണ് ആനയും കയറുന്നത്. ഞങ്ങൾ 3 പേരും കൂടി സോഫയിലിരുന്നു. വാടാ, ഒരെണ്ണം കഴിക്കാം, മൂർഫി പറഞ്ഞു. അത് കേട്ടതും ആനയുടെ മുഖം വാടി. ഇല്ലടാ, ഇനി വേണ്ട, ഞാൻ പറഞ്ഞു. എങ്കിൽ എനിക്ക് കമ്പനിക്ക് വാടാ. അവൻ എഴുന്നേറ്റ് റൂമിലേക്ക് നടന്നു. അനീറ്റ വിഷമത്തോടെ എന്നെ നോക്കുന്നത് കണ്ട് ഞാൻ കണ്ണുകൾ കൊണ്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ ശേഷം മുറിയിലേക്ക് നടന്നു. മുറിയിൽ കയറിയതും മുർഫി വാതിലടച്ചു. എടാ, ഒരെണ്ണം കഴിക്കടാ, മുർഫി പറഞ്ഞു. ഏയ് വേണ്ടടാ, എനിക്ക് വേണ്ട. പക്ഷെ അവൻ കഴിച്ചു. എന്നിട്ട് പറഞ്ഞു, എടാ. എന്താടാ? എടാ, പ്ലീസ് ഡാ. ഓഫ്, നിന്നോടല്ലേ പറഞ്ഞത് വേണ്ടെന്ന്. പ്ലീസ് ഡാ, ഒറ്റ പ്രാവശ്യം. എടാ, ഇനി നീ ഇത് ചോദിച്ചാൽ ഞാൻ എൻ്റെ വീട്ടിൽ പോവും. ഓഫ്, എടാ പ്ലീസ്. ഞാൻ പറഞ്ഞ കാര്യം നീ ചെയ്യണം, എങ്കിൽ ഓക്കെയാണ്. എടാ, അത് ഞാൻ എന്തായാലും ചെയ്യാം, മുർഫി പറഞ്ഞു. എന്നാൽ നീ ഒരു കാര്യം ചെയ്, നീ 2 കഴിച്ച് ഇവിടെ തന്നെ ഇരിക്ക്. ഞാൻ പറയാതെ പുറത്തേക്ക് ഇറങ്ങരുത്. ഞാൻ അനീറ്റയുമായി സംസാരിച്ച് ഒന്ന് കമ്പനി ആകട്ടെ, അതിനുശേഷം ഞാൻ പറയാം. എന്നിട്ട് നീ അവരോട് ചോദിച്ചാൽ മതി. ആ, അത് നല്ല ഐഡിയ ആണ്.
നീ അവളുമായി കമ്പനിയായ അവൾ എല്ലാത്തിനും സമ്മതിക്കും, മുർഫി പറഞ്ഞു. ഒന്ന് പോടാ, ഇപ്പോൾ തന്നെ അവൾ എല്ലാത്തിനും ഓക്കെയാണ്, ഞാൻ മനസ്സിൽ പറഞ്ഞു.